നമുക്ക് സമാധാനമേ ഇല്ല. എന്നാൽ വലിയ ബിസി ആർട്ടിസ്റ്റ് ഒന്നുമല്ല. നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. വെള്ളം കുടിക്കാൻ പറ്റില്ല, തിന്നാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, കയറി വെളുപ്പിനെ പരപരാ എടുത്ത് ക്യാമറ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഓൾ ആർട്ടിസ്റ്റ്, ഓൾ ക്രൂ അവിടെ ഉണ്ട്. ഞാൻ ചെന്ന് ഇറങ്ങുന്നു, ഓടി ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞ് ഞാൻ ചെന്ന് കൈകാലും പോകാൻ മാത്രം ഇട്ട ടീഷർട്ടൊക്കെ തന്നെ ഇട്ടിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഷാബ് സാറ് അതിന് മുമ്പ് തെങ്കാശോടനം ചെയ്തിട്ടുണ്ട്, പരിചയമുണ്ട്. അപ്പോൾ നിനക്ക് ആദ്യം വിളിച്ചപ്പോൾ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ ഒരക്ഷരം മാറുമ്പോൾ അതിൻ്റെ അർത്ഥം മാറുമല്ലോ. പ്രത്യേകിച്ച് ഇവർ ഇടുങ്ങി ചിന്തിക്കുന്നവരാണ് കൂടുതലും ഇതിനകത്ത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ ഇതിനകത്തും ഇവരുടെ പുറത്തുള്ള കുറച്ച് വലയങ്ങളുടെയും മാത്രം വലയം ഏതാ ജൈവിളിയും സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ മാത്രമുള്ള ഒരു ലോകത്ത്. അവർക്ക് പുറത്തിറങ്ങി നമ്മളെപ്പോലെ നടന്നുള്ള ശീലമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വരാൻ പറ്റത്തില്ല ഒന്ന് സാറിന് പറഞ്ഞിരുന്നു പറഞ്ഞത്, അവന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമല്ലോ. എന്നെ പൗഡർ ഇടേണ്ട കാര്യം അഷ്റഫ് ഗുൽക്കർ സാറിനില്ല. അപ്പോൾ കേട്ട മാത്രമല്ല എടാ ഇപ്പം തെങ്കാശിപട്ടണം കഴിഞ്ഞ് ഒന്ന് പോയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും ജാടയായോ എന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷെ ക്ലിയർ ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നിയത് എൻ്റെ ഭാഗ്യം. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ലേക്കാ, ഞാനത് ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു, അഭിനയിച്ചു.